പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ്. പഹൽഗാമിൽ സാധാരണക്കാരായ 26 പേരെ നേർക്കുനേർ വെടിയുതിർത്തു കൊന്ന ഭീകരതയ്ക്കാണ് ഇന്ത്യ ഇന്നലെ അർദ്ധരാത്രി പാകിസ്ഥാനിൽ ആക്രമണം നടത്തി മറുപടി നൽകിയിരിക്കുന്നത്. കൃത്യവും ആസൂത്രണവുമാർന്ന ഒരാക്രമണം തന്നെയായിരുന്നു ഇന്ത്യയുടെ സംയുക്ത സേനാ ഓപ്പറേഷനിലൂടെ നടത്തിയിരിക്കുന്നത്. പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ മിസൈൽ ആക്രമണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരെ ബാധിക്കാതെ, പാക് സൈനികരെ ബാധിക്കാത്ത രീതിയിലുള്ള കൃത്യമായ ഒരു അറ്റാക്ക്, പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇന്ത്യൻ ആർമി നടത്തിയിരിക്കുന്നത്. അതിൽ 70ഓളം ഭീകരർ കൊല്ലപ്പെടുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും പഹൽഗാമിൽ പുരുഷന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് കൊല്ലുകയും സ്ത്രീകളെ വെറുതെ വിടുകയും ചെയ്ത ആ ഭീകരതയ്ക്ക് ഇന്ത്യ നൽകിയ മറുപടിക്ക്, ആ ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ്. എന്തായാലും ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ, ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യൻ സേനയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള പൗരന്മാരും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും. എന്തായാലും ഈ സംയുക്ത അറ്റാക്ക് അത് വിശദീകരിച്ചുകൊണ്ട്, രാജ്യത്തിന് വിശദീകരിച്ചുകൊണ്ട് ഒരു വാർത്താസമ്മേളനം നൽകിയതും 2 വനിതാ ഓഫീസർമാരാണ്. സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമസേനയുടെ വിംഗ് കമാൻഡറായ വ്യോമിക സിംഗുമാണ്. കൃത്യമായി ലോകത്തിലുടനീളം സന്ദേശം നൽകുന്ന തരത്തിലുള്ള ഇന്ത്യയുടെ ആക്രമണമാണ്. എന്തായാലും ഇപ്പോഴും ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇനി ഏത് രീതിയിലൊരു പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന തരത്തിൽ കൃത്യമായ മുൻകരുതലുകളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് സേനയും പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. എത്രത്തോളം മറുപടി നൽകുന്നതായിരുന്നു ഇന്ത്യയുടെ ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ ആക്രമണം എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അജിംസ്, പാകിസ്ഥാനുള്ള ഒരു കൃത്യമായ ഒരു മറുപടി, പാക് ഭീകരതയ്ക്കുള്ളൊരു മറുപടി തന്നെയാണോ ഇന്ത്യ നടത്തിയിട്ടുള്ളത്? ഇന്ത്യയെ സംബന്ധിച്ച് ഈ 15 ദിവസമാണല്ലോ ഈ അറ്റാക്ക് കഴിഞ്ഞിട്ട്. ഈ പെഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞ് 15 ദിവസമായി. പെഹൽഗാമിലേത് ഒരു പക്ഷേ 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. സാധാരണ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരു ആക്രമണം. അതുമാത്രവുമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഹ്യൂമെയിൻ എന്ന് പറയാവുന്ന ഒരു കാര്യം, മതം ചോദിച്ച ആളുകളെ കൊന്നു. എന്ന് മാത്രമല്ല, അതിൽ ആണുങ്ങളെ മാത്രം തിരഞ്ഞെടുപ്പിച്ച് കൊന്നു. അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കാളികളെയും ഒക്കെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ടുള്ള വളരെ ക്രൂരമായൊരു ഭീകരാക്രമണമാണ് നടന്നത്. അപ്പോൾ ഇത്രയും രാജ്യമനസാക്ഷിയെ മുറിവേൽപ്പിച്ച ഒരു സംഭവത്തിൽ തീർച്ചയായിട്ടും അതിന് പകരം ചോദിക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ പകരം ചോദിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾ, അവരുടെ മുഖം എല്ലാവരും കണ്ടതാണ്, അവരുടെ ഫോട്ടോകളെല്ലാം വ്യാപകമായി പ്രചരിച്ചതാണ്. അവരെ പിടികൂടി അവരെ ശിക്ഷിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ 15 ദിവസമായിട്ട് അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവരെങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ആ ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം എങ്ങോട്ട് പോയെന്ന് നമുക്കറിയില്ല. അതിനുശേഷം ഇന്ത്യ പറയുന്നു, ഒരു സംഘടന, റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന കശ്മീരിലെ ഒരു തീവ്രവാദി സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പിന്നീട് അവരത് തള്ളി പറയുന്നു. പക്ഷേ ഇന്ത്യ പറയുന്നു അത് അവർ തന്നെ ചെയ്തതാണ്, അവർക്ക് പാക് ബന്ധമുണ്ട്. ഇന്ന് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താസമ്മേളനത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ഈ ഭീകരാക്രമണം നടത്തിയവരുടെ പാക് ബന്ധം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് ചെയ്തവർക്ക് പാക് ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ വാദം എന്തായിരുന്നു? നമ്മളൊരു സ്വതന്ത്ര അന്വേഷണം നടത്തണം, അന്വേഷണം നടത്തിയിട്ട് വേണം എന്തെങ്കിലും കാര്യം തീരുമാനിക്കാൻ എന്നാണ്. എന്ത് കാര്യം തീരുമാനിക്കാനാണ്? ഒരു രാജ്യം അതിൻ്റെ അതിർത്തി കടന്ന് ഒരു ക്രോസ് ബോർഡർ ടെററിസം നടത്തി കഴിഞ്ഞിട്ട് ആ ക്രോസ് ബോർഡർ ടെററിസത്തെ പിന്തുണയ്ക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള രാജ്യവുമായി സ്വതന്ത്ര അന്വേഷണം നടത്തണം. അങ്ങനെ നടത്തുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയാണ് നടത്തുന്നത്. അല്ലാണ്ട് ഇവരുമായി സഹകരിച്ച് എങ്ങനെയാണ് സ്വതന്ത്ര അന്വേഷണം നടക്കുക? അതും പാകിസ്ഥാനെ പോലെ ചരിത്രപരമായി ഭീകരതയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യവുമായി ചേർന്നുകൊണ്ട് എന്ത് സ്വതന്ത്ര അന്വേഷണം നടത്താനാണ്? അപ്പോൾ ഒരു വശത്ത് ഈ ഭീകരാക്രമണം നടത്തിയ ആളുകൾ നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അവരെ ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഒരു വഴി മാത്രമേ ഇന്ത്യയുടെ മുമ്പിലുള്ളൂ. അപ്പോൾ 15 ദിവസം കാത്തിരുന്ന് നമ്മൾ വളരെ തയ്യാറെടുപ്പോടെ ഒരു പ്രസിഷൻ അറ്റാക്ക് നടത്തി എന്നാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ആ പ്രസിഷൻ അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ 9 കേന്ദ്രങ്ങളിൽ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെയും പാകിസ്ഥാൻ്റെയും പരിധിയിൽപ്പെട്ട 9 കേന്ദ്രങ്ങളിലെ ഭീകര ട്രെയിനിങ് ക്യാമ്പുകൾ, ഭീകര കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് പ്രിസിഷൻ അറ്റാക്കാണ്, അതായത് സിവിലിയൻ ഡെത്ത് സംഭവിക്കാതെ ഭീകരന്മാരെ മാത്രം കൊല്ലുന്ന തരത്തിലുള്ള അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത്. നമ്മൾ പറയുന്ന ഒരു 70 ഭീകരന്മാരെങ്കിലും മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പാകിസ്ഥാൻ പറയുന്നു 26 സിവിലിയന്മാരാണ് മരിച്ചതെന്ന് പാകിസ്ഥാൻ പറയുന്നു. 70 പേരും മരിച്ചവരിൽ 70 പേരും ഭീകരന്മാരാണോ എന്ന് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അത്തരം പ്രിസിഷൻ സ്ട്രൈക്ക്, വ്യോമാക്രമണത്തിൻ്റെ ഒരു കാര്യം, അതിൽ സിവിലിയന്മാർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്.
പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എന്താണ് പറയുക കൊളാട്രൽ ഡാമേജ് ആയി തന്നെ ആയിരിക്കും ഇത്തരം ആക്രമണങ്ങളെ നമുക്ക് വിലയിരുത്തുമ്പോൾ പറയാൻ കഴിയും. ഒഴിവാക്കാൻ കഴിയില്ല. ഭീകരന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന മിസൈലുകളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മിസൈൽ ഇടുമ്പോൾ അതിനടുത്തുള്ള ആൾ എന്തായാലും മരിക്കും. അപ്പോൾ മരിച്ചത് മുഴുവൻ ഭീകരന്മാരാണോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിലൊരു ക്ലാരിറ്റി നമുക്കിപ്പോൾ മുമ്പിലില്ല. പക്ഷേ നമ്മൾ ആക്രമിച്ചത് പ്രിസൈസ്ഡ് ആയിട്ടാണ് ഭീകരകേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് ബഹവൽപൂർ എന്ന് പറയുന്ന വളരെ ജനനിബിഡമായൊരു നഗരത്തിനകത്താണ് ഒരാക്രമണം നടന്നത്. ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ കുടുംബങ്ങളിൽപ്പെട്ടവർ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താവും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അവർ ഭീകരന്മാരാണോ അല്ലയോ, അവർക്ക് ഭീകരതാ ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ക്ലാരിറ്റി ഇല്ല. ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇതിൽ ഏറ്റവും ആശ്വസിക്കുക ഒരു പക്ഷേ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളായിരിക്കും. ഇപ്പോൾ എടപ്പള്ളിയിലെ രാമചന്ദ്രൻ്റെ മകൾ ആരതി ഇതിന് നന്ദി പറയുന്നുണ്ട്, ഭരണകൂടത്തോട്, സൈന്യത്തിന് നന്ദി പറയുന്നുണ്ട്. അതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിനെ അവർ അഭിനന്ദിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദു പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ അവിടെ പങ്കാളി നഷ്ടപ്പെടുന്ന ഹിന്ദു സ്ത്രീകൾക്കാണ്. ഹിന്ദു സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ആചാരപരമായ കാര്യമാണ് സിന്ദൂരം എന്നുള്ളത്. അപ്പോൾ അതിനാ പേരിട്ടതിനെ ഈ ആരതിയെപ്പോലുള്ളവർ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ആ പേരിന് ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. ആ പേര് ആര് തെരഞ്ഞെടുത്താണല്ലോ അതിൻ്റെ ഒരു സിംബോളിക് വാല്യൂവിനെ നമ്മൾ മാനിച്ചേ മതിയാകും. മറ്റൊന്ന്, അതിനെതിരെയും ചില വാദങ്ങളൊക്കെ ഉണ്ട്. സിന്ദൂർ എന്ന് പേരിടുമ്പോൾ അതൊരു പാട്രിയാർക്കൽ ഒരു വ്യാഖ്യാനമാണ്, ഈ പ്രതികാരത്തോടുള്ള പാട്രിയാർക്കൽ വ്യാഖ്യാനമാണെന്നൊക്കെ വാദിക്കുന്നവരുമുണ്ട്. മാത്രമല്ല അത് ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പ്രതികാരമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു സൈനിക അറ്റാക്കാണ്, അതിന് സിംബോളിക്കായിട്ടുള്ളൊരു പേരിട്ടു എന്ന് മാത്രമേ ഉദ്ദേശിക്കേണ്ടതുള്ളൂ. ഇതിലിനി നടക്കാൻ പോകുന്ന കാര്യം, ഇനി ഇത് എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ള ഭീതിയാണ്. നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ കാണുന്നത് യുദ്ധമുണ്ടാകുമോ, യുദ്ധഭീതിയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നില്ല. അതിനൊരു കാരണം, ഇതിന് റിട്ടാലിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു തിരിച്ചടി നടത്താൻ പാകിസ്ഥാൻ തുനിഞ്ഞേക്കില്ല. കാരണം അത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ടും അതൊരു യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ടും. പാകിസ്ഥാൻ സ്വയം തന്നെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുമായി. അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയൊന്നും നിലവിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനില്ല. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇന്ത്യ ചരിത്രപരമായി ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് ശരിയാണ്, ഇന്ത്യയുടെ മാത്രം ആരോപണമല്ല, അത് ശരിയാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി സ്കൈ ന്യൂസിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ ഡേർട്ടി ഗെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഡേർട്ടി തിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? US വേണ്ടിയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയും എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പാകിസ്ഥാൻ ചെയ്തു പോകുന്നത് ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. നമുക്ക് ചരിത്രപരമായി തന്നെ അറിയാം, സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാൻ അധിനിവേശ കാലത്ത് സോവിയറ്റ് യൂണിയന് എതിരെ പോരാടാൻ വേണ്ടിയുള്ള മുജാഹിദീനുകളെ അമേരിക്ക അഥവാ CIA ട്രെയിൻ ചെയ്യിപ്പിച്ചത് പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഹക്കാനി നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന നിലവിൽ പാകിസ്ഥാനിലുള്ള താലിബാനുമായി ബന്ധമുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് പാകിസ്ഥാനാണ് എന്നുള്ളത് CIA തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് $300 ബില്യൺ അതിനുവേണ്ടി അമേരിക്ക ഒഴുക്കിയതൊരു 5-10 വർഷം കൊണ്ട്. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ഈ പറയുന്ന മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളൊക്കെ എങ്ങോട്ട് പോയി? അവർ അഫ്ഗാനിൽ സോവിയറ്റ് യൂണിയനെതിരെയുള്ള യുദ്ധം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോകുന്നു, അവർ പാകിസ്ഥാനിൽ തന്നെയുണ്ട്. പാകിസ്ഥാൻ ആ പണി നിർത്തിയില്ല. പാകിസ്ഥാൻ എന്ത് ചെയ്തു? അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ക്രോസ് ബോർഡർ ടെററിസത്തിന് വേണ്ടി ഇതേ ഗ്രൂപ്പുകളെ തന്നെ ഉപയോഗിക്കുന്നു. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ തന്നെ ഏറ്റവും നല്ല വിപണി മൂല്യമുള്ള ഒന്നായി ഇന്ത്യ വിരുദ്ധത മാറുകയും ഇന്ത്യക്കെതിരായിട്ടുള്ള മിലിറ്റൻസി മാറുകയും ചെയ്തതോടെ അവർ ഇവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വാസ്തവമാണ് എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അത് അവസാനിപ്പിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പാകിസ്ഥാനിൽ തീവ്രവാദം വളർത്താൻ വേണ്ടി ഫണ്ട് ഒഴുക്കിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. എങ്കിൽ ഈ അമേരിക്ക തന്നെ ആ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. 2011 മുതൽ 2018 വരെയുള്ള കാലത്ത് പാകിസ്ഥാനുള്ള സൈനിക സഹായം തന്നെ വെട്ടിക്കുറയ്ക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉസാമ ബിൻ ലാദനെ പിടികൂടുന്നത് പാകിസ്ഥാനിലെ അബട്ടാബാദിൽ നിന്നാണ്. അപ്പോൾ അബട്ടാബാദിൽ ഉസാമ ബിൻ ലാദനെ പോലുള്ള ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ തക്ക ഒരു സേഫസ്റ്റ് ഹാവനായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്ന് അമേരിക്ക തിരിച്ചറിയുമ്പോഴാണ് ഈ ഫണ്ട് നിലയ്ക്കുന്നത്. ഈ ഫണ്ട് നിലച്ചതിന് ശേഷം ഇവർ ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പരിപാടി നിർത്തിയോ? ഇല്ല. ഇനി മറ്റൊരു കാര്യം, പാകിസ്ഥാൻ തന്നെയും ഈ ടെററിസത്തിൻ്റെ ഒരു ഇരയാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നടക്കുന്ന പാക് മണ്ണിൽ നിന്നുള്ള ഭീകരാക്രമണത്തെക്കാൾ കൂടുതൽ പാകിസ്ഥാനിൽ തന്നെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2023 മാത്രമേ 400-ഓളം ഭീകരാക്രമണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ഇതിനെ തടയാത്തത് എന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ക്ലാരിറ്റി വേണ്ടതുണ്ട്. അതല്ലാതെ നമ്മുടെ മണ്ണിലേക്ക് അവർ അതിർത്തി കടന്നൊരു ഭീകരാക്രമണം നടത്തുക, നമ്മൾ തിരിച്ചാക്രമിക്കുക, അതുകൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. ഈ പ്രശ്നം അവസാനിക്കാൻ
അത് പാകിസ്ഥാന് മാത്രമേ സാധിക്കൂ. പാകിസ്ഥാൻ തന്നെ മുൻകൈയെടുത്ത് അവിടെ നിന്നുള്ള ഭീകര വിളനിലങ്ങളെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആ ഭീകരതയെ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇറങ്ങി പുറപ്പെടുക, ഇന്ത്യ പോയി യുദ്ധം ചെയ്യുക, ഇന്ത്യ പോയി ഭീകര കേന്ദ്രങ്ങളിൽ ബോംബിടുക എന്ന് പറയുന്നത് പല കാര്യങ്ങൾ കൊണ്ട് തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. അതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഭീകരവാദികളെ മാത്രമായി തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ പറ്റും ഒരു രാജ്യത്തിനും സാധിക്കില്ല. അതിനുള്ള ആയുധങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അത് സിവിലിയൻ ഡെത്തിന് കാരണമാകും. അത് കൂടുതൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് പോകും. മറ്റൊന്ന്, ഈ വെള്ളം തടഞ്ഞുകൊണ്ട് ഇനി പാകിസ്ഥാനെ അങ്ങ് മര്യാദ പഠിപ്പിക്കാം. അത് പാകിസ്ഥാനെ അല്ല മര്യാദ പഠിപ്പിക്കുന്നത്, അവിടുത്തെ സാധാരണ ജനങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിന് ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ തന്നെ ഇന്ത്യ ചെയ്ത് വെള്ളം തടയുകയല്ല ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴുക്കിക്കൊണ്ട് അവർ ഫ്ലഡ് ചെയ്യുകയാണ്. അതും സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുക. അപ്പോൾ സമാധാനം ഈ മേഖലയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഉറച്ച നിലപാടുകൾ എടുത്തുകൊണ്ട് ഐഡിയോളജിക്കലി, എക്കണോമിക്കലി, ഫിനാൻഷ്യലി, പൊളിറ്റിക്കലി ഈ പറയുന്ന ടെറർ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണം. അതിന് അവരുടെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കണം. അല്ലാത്ത പക്ഷം ഈ സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. യെസ് നിഷാദ്, ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചൊരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ ഇത്? ഇനി എന്താകും സംഭവിക്കുക? ഒരു പരസ്യമായ ഒരു സൈനിക നടപടിക്ക് പാകിസ്ഥാൻ മുതിരുമോ? ഇപ്പോൾ നേരത്തെ അജ്മസ് പറഞ്ഞല്ലോ, പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു പ്രത്യാക്രമണം പല കാരണങ്ങൾ കൊണ്ട് സാധ്യമല്ല. ഒന്നാമത്, ഒരു പ്രത്യാക്രമണത്തിന് മുതിരണമെങ്കിൽ നയതന്ത്രപരമായ സഹകരണം ഉണ്ടാവുക പ്രധാനമാണ്. ലോകത്തെ ബോധിപ്പിക്കാൻ പറ്റണം ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന്. ഇപ്പോൾ നോക്കിയാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഇന്ത്യയോട് പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാന് റൈറ്റ് ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു രാജ്യത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുമെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്ന ചൈന പോലും നിരാശാജനകമാണ്, നിങ്ങൾ പരസ്പരം അടിക്കരുതെന്ന വാചകത്തിലെല്ലാം ഒതുക്കി. കാരണം പാകിസ്ഥാൻ ഭീകരതയുടെ ഒരു വിളനിലമാണെന്നും അവിടുത്തെ ഭരണകൂടങ്ങൾ ഭീകര സംവിധാനങ്ങളെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുകയും എയ്ഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ആർമി തന്നെയും ഭീകര സംഘടനകൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ലോകത്തിനറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ കേസിൽ നമ്മൾ പിടിച്ചിട്ടുള്ള മുഴുവൻ ഭീകരവാദികളും പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. അജ്മൽ കസബ എന്നൊരുത്തനെയാണ് മുംബൈ ഭീകരാക്രമണത്തിൽ കിട്ടിയത്. അയാൾ പാകിസ്ഥാനിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ നമ്മൾ ഈ കാണ്ഡഹാറിൽ നമ്മുടെ വിമാനം റാഞ്ചിയതിന് പകരമായി വിട്ടുകൊടുക്കേണ്ടി വന്ന മസൂദ് അസറാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭീകരവാദി. അയാളെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയുടെ കഴിഞ്ഞ 80കളുടെ തുടക്കം മുതൽ ഏറ്റവും അവസാനം 2025 വരെ ഇന്ത്യ ഭീകരതയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന ഹേതു പാകിസ്ഥാൻ്റെ മണ്ണാണ്. അതിനകത്ത് ആര് പ്രവർത്തിക്കുന്നുള്ളതല്ല. പാകിസ്ഥാനിൽ നിന്ന് ആയുധത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ എല്ലാം സഹായം കിട്ടിയ ആൾക്കാരാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആക്രമണം നടത്തിയത് മുഴുവൻ. ഒരു ലോകത്തിനറിയാവുന്ന യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇന്ത്യ അതിന് നേരെ നടത്തുന്ന ഏതെങ്കിലും ഒരു ആക്രമണം ഗുരുതരമായൊരു കുഴപ്പമാണ് എന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അഭിപ്രായമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ മണിക്കൂറിൽ നയതന്ത്രപരമായി പാകിസ്ഥാൻ ഒരു പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ അവരുടെ പരമാധികാരം സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്, തിരിച്ചടിച്ചോട്ടെ എന്ന് ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞില്ലല്ലോ. അതാണ് ഒന്നാമത്തെ ക്രൈസിസ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് പറയാൻ കഴിയും വിധത്തിലുള്ള ശക്തിയുള്ള രാജ്യമല്ല. രണ്ടാമത്തേത്, ശരിയാണ്, പാകിസ്ഥാൻ ഒരു ചെറിയ സൈനിക ശക്തിയൊന്നുമല്ല. അവരുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട്, വലിയ പട്ടാളമൊക്കെ ഉണ്ട്. പക്ഷേ അതുള്ളപ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, അതെടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പൈസ ആവശ്യമുണ്ട്. നമ്മളെപ്പോഴും പറയല്ലോ, ഇസ്രായേലിൻ്റെ കയ്യിൽ അയൺ ഡോം ഉണ്ട്. അയൺ ഡോം വെച്ചാൽ ഇപ്പം ഹമാസ് തൊടുത്തു വിടുന്ന ചെറിയ റോക്കറ്റുകൾ തടയാൻ അവർ അയൺ ഡോമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാവാത്തത്. പക്ഷേ അയൺ ഡോം ഓരോന്ന് പ്രയോഗിക്കുമ്പോഴും അതിന് ലക്ഷക്കണക്കിന് രൂപ, കോടികൾ ചിലവാക്കിയിട്ടാണ് ഓരോ അയൺ ഡോമിൻ്റെയും പ്രയോഗം. അത് ഇസ്രായേലിൻ്റെ എക്കണോമിയെ പോലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആയുധങ്ങളുണ്ട് എന്നതുകൊണ്ട് കാര്യമില്ല, അത് എടുത്ത് പ്രയോഗിക്കാൻ ഒരു ദിവസം ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധം നടത്താൻ തീരുമാനിച്ചാൽ കോടാനുകോടി ചിലവ് വരും. ഇപ്പം നമ്മൾ 1 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം നാളെ നേരം വെളുക്കുമ്പോൾ 9 രൂപയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. എല്ലാ അർത്ഥത്തിലും അത് നമ്മളെ ബാധിക്കും. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ എക്കണോമി കടം കയറി മുടിഞ്ഞ ഒരു നാടാണത്. നമ്മളോട് വാങ്ങിക്കുന്ന സാധനങ്ങളിലും അവിടുത്തെ വിലയും നമ്മൾ തട്ടിച്ച് നോക്കണം. എല്ലാത്തിനും ഭീകരമായ വിധമുള്ള വിലയാണ്. ലിറ്ററലി ഭീകരമായ വില കൊടുത്താണ് ആളുകൾ സാധനം വാങ്ങിക്കുന്നത്. ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി, പണപ്പെരുപ്പം, ഊർജ്ജ പ്രതിസന്ധി, ഇതെല്ലാം കൊണ്ട് ആകെ നാശമായിരിക്കുന്നു ആ രാജ്യം. തുടക്കം മുതൽ അസ്ഥിരതയുടെ ഒരു തുടർച്ചയാണല്ലോ ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെപ്പോലെ രാജ്യമായി, ഇന്ത്യ പ്രത്യേകിച്ച് ഒരു ചെറിയ രാജ്യമല്ല. അവരുടെ മറ്റ് അയൽ രാജ്യങ്ങളെപ്പോലെയല്ല ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന്. അതുമായിട്ട് ഏതർത്ഥത്തിലും ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് വിനാശകരമായിരിക്കും. ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ തുടങ്ങി വെക്കാൻ കഴിയുന്ന സാമ്പത്തികമായ ഭദ്രത പ്രശ്നം, പൊളിറ്റിക്കൽ ഭദ്രത ഇല്ലായ്മയുടെ പ്രശ്നം എല്ലാം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ അവിടെ പല കാര്യങ്ങൾക്ക് സർക്കാരിനെതിരാണ്. ഒന്നാമത് ഈ വിലക്കയറ്റത്തിനെതിരെ ജനങ്ങളെതിരാണ്. രണ്ടാമത് ഇപ്പോൾ ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട് വലിയ പ്രൊട്ടസ്റ്റ് അവിടെയുണ്ട്. എല്ലാം കൊണ്ടും ശിഥിലമായ ഒരു അവസ്ഥയിൽ ഒരു യുദ്ധം തുടങ്ങി വെക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത അവസ്ഥയുള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴും സമവായത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത്. നിങ്ങൾ ഇനി തുടർ നടപടികളില്ല എന്ന് പറയുമെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സൈനിക ഇനീഷ്യേറ്റീവുകൾ അവസാനിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാന് ഒരു പ്രത്യാക്രമണത്തിന് കഴിയുമെന്ന്. അതിൻ്റെ കാരണം അവർക്ക് അവരുടെ കോഴ്സ് വിശദീകരിക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ കോഴ്സ് വിശദീകരിക്കാൻ പറ്റും. ഇന്ത്യ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ പട്ടാളക്കാരെ ആക്രമിച്ചിട്ടില്ല, അവരുടെ എന്തെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങൾ ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചത് ഭീകരകേന്ദ്രങ്ങളാണ്. അവിടെ ഭീകരകേന്ദ്രം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. കാരണം ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതി ഞങ്ങൾ സെർവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ പ്രതികരണം.
ഇത് ഒരു നിയന്ത്രണവും വളരെ പ്രിസസീവായിട്ടുള്ള ഒരു അറ്റാക്കിലൂടെ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു തുടർ യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അവരുടെ ആ മിലിറ്ററി ആയിട്ടൊരു ഫൈറ്റ് ആഗ്രഹിക്കുന്നില്ല. സോ അത് ഞങ്ങൾ ക്ലോസ് ചെയ്യാണിത്. ഇപ്പോൾ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചപ്പോൾ ഇറാൻ ഇടയ്ക്ക് ഒരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങളുടെ മിതമായ പ്രതികാരം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ മിതമായ പ്രതികാരം അല്ലെങ്കിൽ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആക്രമിച്ചത് സൈനിക കേന്ദ്രങ്ങളെയല്ല, മറിച്ച് ഭീകര കേന്ദ്രങ്ങളെയാണ്. അവിടെ ഈ മസൂദ് അസറിൻ്റെ ഫാമിലി മെമ്പേഴ്സ് കൊല്ലപ്പെട്ടു നേരിട്ട് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇന്ത്യക്ക് ആ കാര്യം വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയും. ഇന്നിപ്പോൾ രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്ന പോലും ദൃശ്യങ്ങളുടെയും സാറ്റലൈറ്റ് വീഡിയോസിൻ്റെയൊക്കെ പിൻബലത്തോടെയാണ്. അപ്പോൾ കേവല അവകാശവാദങ്ങളല്ല. അവിടെ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്ന് വിചാരിക്കണം. പക്ഷേ എന്തെങ്കിലും പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളത്, അവരുടെ നിലനിൽപ്പും അവിടുത്തെ ഒരു ദേശീയതമായ വികാരം എന്ന് പറയുന്ന സംഗതി ഇന്ത്യ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഒരു 2 വീക്സിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കും എന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ള കണ്ടന്റുകളാണ് കൂടുതൽ വൈറലായിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ മിസൈൽ കാത്തിരിക്കുന്ന യുവാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കണ്ടന്റുകൾ വൈറലായിരുന്നു. ഫൈനലി മിസൈൽ വന്ന് വീണല്ലോ. അപ്പോൾ അത് ഈ 2 ആഴ്ച ഉണ്ടാക്കിയിട്ടുള്ളൊരു വൈകാരികമായ ഹൈപ്പുണ്ട്. അത് അവിടുത്തെ ഭരണകൂടത്തിന് മേലൊരു സമ്മർദ്ദവും മറ്റും ഉണ്ടാക്കിയേക്കും. കാരണം വേറൊന്നുമില്ല. അതുമാത്രമല്ല, അവരെ സംബന്ധിച്ച് മറ്റ് പല ഘടകങ്ങളെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺ പ്ലേ ചെയ്യാനും ഇത് ഉപകാരപ്പെട്ടേക്കും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അതിക്രിയയിലേക്ക് പാകിസ്ഥാൻ കടക്കുമോ, പാകിസ്ഥാൻ മിലിറ്ററി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുമെന്നോ എന്ന് മാത്രമേ വിചാരിക്കേണ്ടതുള്ളൂ. പക്ഷേ അതിൻ്റെ സാധ്യത തുലവും തുച്ഛമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ അവസാനിക്കുന്നു. ബട്ട് ഇതുകൊണ്ട് ഭീകരത പാകിസ്ഥാൻ അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്, എനിക്കറിയില്ല. കാരണം ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നാളെ മുതൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള എല്ലാ നടപടിയും അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ കഴിയുമോ? പട്ടാളം അതിനോട് സഹകരിക്കും. പട്ടാളം വേറെ തന്നെ ഒരു സർക്കാരാണ് അവിടെ, ഇവിടുത്തെ പോലെ അല്ല. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒരു തീരുമാനം എടുത്തുകൊണ്ട് നാളെ പട്ടാളം അനുസരിക്കണമെന്നില്ല. നാളെ ചിലപ്പോൾ പട്ടാളം കയറി ഞങ്ങൾ ഭരിച്ചോളാം, നിങ്ങൾ അങ്ങോട്ട് മാറുന്നു പറഞ്ഞ് പ്രധാനമന്ത്രി എടുത്ത് കളയാൻ കഴിയുന്ന പട്ടാളമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് പട്ടാളം ഈ പണി, ഇന്ത്യക്കെതിരായിട്ടുള്ള പണി അവസാനിപ്പിക്കുമോ? രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചേ പറ്റുമോ? പിന്നെ പലതരത്തിലുള്ള മത ലോബികൾ ശക്തിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. എല്ലാ മേഖലയിലും ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ആക്സസ് പോലുമില്ല. പല ഗോത്ര മേഖലകൾ, പലതരത്തിലുള്ള ഈ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ തൊയ്ബ, അവരുടെ സ്കൂളുകൾ, അവർ നടത്തുന്ന പരിപാടികൾ, അവരുടെ ലോക്കൽ ഭരണം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും ഗവൺമെൻറ്റിന് കൺട്രോളുള്ള സ്ഥലം പോലുമല്ല. പലയിടത്തും ഭരിക്കുന്ന ഈ വക ലോക്കൽ ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സൊക്കെയാണ്. അപ്പോൾ അത് ആ നാടിനെ ഗ്രസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചാൽ അവർക്ക് പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ശിഥിലമാക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആ രാജ്യം കുറച്ചുകൂടെ ആരോഗ്യത്തിലിരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ദീർഘകാലമുള്ള അവസാനിക്കാത്ത ത്രെട്ടായിരിക്കും. അതുകൊണ്ട് അവർ നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കാം ഏതെങ്കിലും വിധേന, പക്ഷേ അത് എളുപ്പമായിരിക്കില്ല. യെസ്, എന്തായാലും പാക് ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയതിൽ, മറുപടി നൽകിയതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുകയാണ്. ഇന്ത്യൻ സേനയ്ക്ക് സല്യൂട്ട് പറയുകയാണ് ഏവരും. പക്ഷേ ആരും ഒരു യുദ്ധം, പരസ്യമായൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. കാരണം അത് 2 രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരസ്യ യുദ്ധം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം.